ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് സെറാസ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഗാർഡനിങ്, മൈക്രോ ഗ്രീൻസ് ഗാർഡനിങ്. അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അതിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയേഴ്സ്, അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. മൈക്രോ ഗ്രീൻസിൽ ഒരുപാട് പൊട്ടാസ്യം, അയൺ, സിങ്ക്, മഗ്നീഷ്യം, കോപ്പർ എന്നീ ന്യൂട്രീഷ്യസ് അടങ്ങിയിട്ടുള്ളതാണ് മൈക്രോ ഗ്രീൻസ്. ആൻറ്റി ഓക്സിഡൻറ്റ്സ് കൂടുതലുള്ളത് കൊണ്ടാണ് മൈക്രോ ഗ്രീൻസ് വളരെ ബെനഫിഷ്യലാണെന്ന് നമ്മൾ പറയുന്നത്. സാധാരണ നമ്മൾ കാണുന്ന മെച്യൂർ ഗ്രീൻസിനെക്കാട്ടിലും 9 ടൈംസ് കൂടുതലാണ് മൈക്രോ ഗ്രീൻസിൻ്റെ ന്യൂട്രിയൻ ലെവൽ. മൈക്രോ ഗ്രീൻസിൻ്റെ വിറ്റാമിനും അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റ് ലെവലും സാധാരണ മെച്യൂർ ലീവ്സിനെക്കാട്ടിലും 40% കൂടുതലാണ്. ഇത്രയും ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ മൈക്രോ ഗ്രീൻസ് ഹൃദ്രോഗങ്ങൾക്ക്, അൽഷിമേഴ്സ്, ഡയബറ്റിക്സ് അതുപോലെ ചില ക്യാൻസർ രോഗങ്ങൾക്കും വളരെ ഗുണമാണെന്ന് പറയപ്പെടുന്നു. നമുക്കിതിൻ്റെ പ്രൊസീജിയറിലേക്ക് കടക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ചെറുപയർ, വൻപയർ, കടുക്, ഈ 3 ഐറ്റമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യമായി ചെയ്യേണ്ടത്, നമ്മൾ ഈ എടുത്തിരിക്കുന്ന 3 ഐറ്റങ്ങളും വെവ്വേറെ പാത്രങ്ങളിലാക്കി വെള്ളമൊഴിച്ച് ഒരു രാത്രി അടച്ചു വെക്കുക. അടുത്ത ദിവസം നമ്മൾ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ച പയറുവർഗ്ഗങ്ങൾ വേറൊരു പാത്രത്തിലേക്ക് ടിഷ്യൂ വിരിച്ച് അതിൻ്റെ പുറത്തേക്ക് വിതറുക. ടിഷ്യൂ ബേസ് നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അത്യാവശ്യം ഒരു വലിപ്പം, നീളവും വീതിയൊക്കെ ഉള്ളൊരു നല്ലൊരു പ്ലാസ്റ്റിക് പാത്രം തന്നെ നിങ്ങൾ എടുക്കണം. കാരണം ഈ പയർ വളർന്നു വരുമ്പം, വേരോട് കൂടി വളരുമ്പം അതിനകത്ത് സ്ഥലം വേണം. പിന്നെ ടിഷ്യൂ നമ്മൾ വിരിക്കുമ്പോൾ 3 ലെയർ ആക്കിയിട്ട് വേണം ടിഷ്യൂ വിരിക്കാനായിട്ട്. കാരണം ഈ വെള്ളം ഈ ടിഷ്യൂയെ കെട്ടി നിൽക്കുന്നതിലാണ് ഇത് വളർന്നു വരുന്നത്. ഇങ്ങനെ 3 ലെവലായിട്ട് വേണം നമ്മൾ ടിഷ്യൂ വിരിക്കാനായിട്ട്. ഇങ്ങനെ ടിഷ്യൂ ലെയർ വിരിച്ചതിന് ശേഷം നമ്മൾ തലേന്ന് വെള്ളത്തിലിട്ട പയറെടുത്ത് ഇതിൻ്റെ പുറത്തേക്ക് വിതറിയിടുക. ഇങ്ങനെ ടിഷ്യൂ ലെയർ 3ആയി വിരിച്ചതിന് ശേഷം പയറല്ല കടല ഏതാണോ നമ്മളെടുത്ത് അത് ഇതിൻ്റെ പുറത്തേക്ക് വിതറിക്കൊടുക്കുക. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, ഈ ടിഷ്യൂ ഒരിക്കലും ഉണങ്ങിപ്പോകാനായിട്ടുള്ളൊരു ഇടവരരുത്. അങ്ങനെ വന്നാൽ നമ്മളിട്ട സാധനം ഇല്ലാണ്ടായിപ്പോൾ. പിന്നെ വെള്ളം ഒഴിക്കുമ്പോഴും ഒരിക്കലും കട്ടിക്ക് ഒഴിക്കരുത്, ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ലൈഫ് പാറ്റേൺ ആണ്. ഇപ്പം എനിക്ക് മൊത്തത്തിലെടുത്തത് 6 ദിവസമാണ് ഇത് വളർന്ന് നന്നായിട്ട് വരാനായിട്ട്. അപ്പം എല്ലാ ദിവസവും ഒരു 4 നേരമെങ്കിലും നിങ്ങൾ വെള്ളം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തേ മതിയാവുള്ളൂ. ഞാൻ പിന്നെ ഇടയ്ക്ക് കുറച്ച് മല്ലി ട്രൈ ചെയ്ത് നോക്കിയിരുന്നു, പക്ഷേ എൻ്റെ മല്ലി അങ്ങ് റെഡി ആയില്ല. ഞാൻ പിന്നെ കടലയൊന്ന് ട്രൈ ചെയ്തിരുന്നു, പക്ഷേ കടല ഞാൻ വെച്ച പാത്രം ഇത്തിരി ചെറുതായിപ്പോയി, അതുകൊണ്ട് കടലയും എൻ്റെ റെഡിയായി വന്നില്ല. അപ്പം നിങ്ങൾ വെള്ളം നന്നായിട്ട് സ്പ്രേ ചെയ്തത്, ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ട്, അത് വെച്ച് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾക്ക് മാറ്റം കാണാം. അത് മെല്ലെ ആദ്യം ഒരു മുള വരും, ആ മുള വന്ന് മെല്ലെ മെല്ലെ അത് വിരിഞ്ഞ് ചെടിയായി മാറുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പം എൻ്റെ കടുകെന്ന് പറയുന്നത് ശരിക്കും 2 ദിവസം കൊണ്ടൊക്കെ കടുക് വളർന്ന് നന്നായിട്ടങ്ങ് ഫോം ചെയ്തു വന്നു. പയറും അതുപോലെ തന്നെ ചെറുപയറും ഏകദേശം 3-4 ദിവസം കൊണ്ടാണ് ഇത്രയൊരു വലുപ്പത്തിലേക്ക് എത്തിയത്. മൊത്തത്തിൽ ഞാൻ 6, 7ാമത്തെ ദിവസം ഞാനത് മൊത്തം പറിച്ചെടുത്ത് പിന്നെ കറി വയ്ക്കുക ചെയ്തത്. ഇപ്പോൾ 4 ദിവസമൊക്കെ ആയപ്പോൾ കടുക് നന്നായിട്ട് മൂത്ത് അതിൻ്റെ ഇലയ്ക്കൊക്കെ ഒരു മഞ്ഞ നിറം വന്നിട്ടുണ്ട്. പയർ അത്യാവശ്യം എല്ലാം കിളുത്ത് വന്നു. അതുപോലെ ചെറുപയർ ചെറുതായിട്ട് മുളച്ച് വന്നേ ഉള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ കടല, അത് റെഡിയായില്ല. അപ്പം ഇപ്പോൾ കണ്ടോ, പയർ ഇപ്പം ഇതിൻ്റെ 5 ദിവസമൊക്കെ ആയപ്പോൾ നന്നായിട്ട് പൊന്തി വന്നു, ചെറുപയറും വന്നു. ചെറുപയറിൻ്റെ ഇലയ്ക്കൊരു ചെറിയൊരു ഇളം പച്ച നിറമായിരിക്കും. പയർ നന്നായിട്ട് വിടാൻ നല്ല ഫോമിൽ നിൽക്കും. ഇപ്പോൾ ഇതിൻ്റെ അവസാനത്തെ ദിവസമാണ്. ഇപ്പോൾ കാണാൻ നിങ്ങൾക്ക് ചെറുപയറൊക്കെ നന്നായിട്ട് ഫുള്ള് എല്ലാം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അതുപോലെ പയറാണേലും എല്ലാം നന്നായിട്ട് വളർന്നു. കടുക് ശരിക്കും 2 ദിവസം മുമ്പ് എടുക്കേണ്ട, ഇലയ്ക്ക് ചെറിയൊരു മഞ്ഞ നിറം പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം വേരൊക്കെയായി നല്ല രീതിയിൽ ഇത് ഫോമായിട്ട്. ഇനി നമുക്കിത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
ഇപ്പോൾ ഇതാ കടുകും ചെറുപയറും സാധാ വൻപയറും ഒക്കെ നന്നായിട്ട് മൂത്ത് നല്ല വിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഓരോരോ ഐറ്റമായിട്ട് എടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ എടുക്കുന്ന കടുകാണ്. അപ്പോൾ നിങ്ങൾ കണ്ടോ, ഇതിൻ്റെ അകത്ത് ടിഷ്യൂ അതിൻ്റെ അടിയിൽ ലെയറായിട്ടിരിക്കുന്ന വേരുകൾ മൊത്തം അതിൻ്റെ അടിയിലായിട്ട് ഉണ്ട്. അപ്പം വേര് കൂട്ടിയെടുക്കാൻ പറ്റുമെങ്കിൽ അത്രത്തോളം നല്ലതാണ്. പക്ഷേ ഈ ടിഷ്യൂ ഇരിക്കുന്നതുകൊണ്ട് തന്നെ വേര് പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാകും. അതിനൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇത് എടുക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് നന്നായിട്ട് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ടിഷ്യൂ അലിഞ്ഞിരിക്കുമ്പം വേര് പറിച്ചെടുക്കാനായിട്ട് അത് എളുപ്പം. പിന്നെ കുറച്ച് ടിഷ്യൂ ഉള്ളത് വലിച്ചെടുത്താൽ മതി. അപ്പം നമ്മുടെ കടുക് ഓരോന്നോരോന്നായിട്ട് നമ്മൾ വേര് സഹിതം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ കടുകിൻ്റെ ഇല ഇപ്പം എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് വെച്ചാൽ നമുക്ക് തോരനോ അങ്ങനെയൊന്നും വെക്കാൻ പറ്റില്ല. ഞാൻ ഉപയോഗിച്ചത് കറിക്കൊക്കെ നമ്മൾ കടുക് വറുത്തപ്പം കടുകിന് പകരം ഈ ഇലയിട്ടൊന്ന് വറുത്ത് നോക്കി ഒരു വെറൈറ്റിക്ക് വേണ്ടി. പിന്നെ ബാക്കി പയറിൻ്റെ ഇലയുടെയൊക്കെ കൂടി ഇട്ടാണ് തോരൻ വെച്ച് ഞാൻ എടുത്തത്. ഇപ്പോൾ കണ്ട ഈ വേര് മൊത്തം ആ ടിഷ്യൂവിലുണ്ട്. അത് മെല്ലെ നമുക്ക് കഴിവതും കിട്ടുന്ന പോലെ എടുക്കുക. അത് അടുത്തതായിട്ട് നമുക്ക് വൻപയർ വെച്ചത് എടുക്കാം. വൻപയർ ഞാൻ ചെറുതായിട്ട് ഇട്ടുള്ളൂ. പക്ഷേ എനിക്ക് ഇത്രയും വൻപയർ മുളച്ച് കിട്ടി. അതും ഈ പറഞ്ഞ വേരൊക്കെ കണ്ടോ ഫുള്ളടിയിൽ ഉണ്ട്. വേരും എല്ലാം നന്നായിട്ട് പൊട്ടി വന്ന് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അതിന് പിന്നെ എനിക്ക് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ടിഷ്യൂ അങ്ങ് താഴേക്കാനപ്പോൾ എനിക്ക് വേര് ഫുള്ള് കിട്ടുകയും ചെയ്തു. അപ്പം നമുക്ക് ഇതിൻ്റെ അടിയിലുള്ള ആ പയർ മെല്ലെ ഒന്ന് ഉതിർത്തി കളഞ്ഞിട്ട് ആ വേര് സഹിതം നമുക്ക് തോരനോ അല്ലെങ്കിൽ സൂപ്പിലോ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ അതിലോ ഒക്കെ ഇട്ടിട്ട് നമുക്കിത് കഴിക്കാം. ആ വേരും നമുക്ക് ഇതിൻ്റെ അകത്ത് കഴിക്കാൻ സാധിക്കും. എനിക്ക് ഇത്രയും പയറാണ് എനിക്ക് കിട്ടിയത്. കാരണം വേര് സഹിതം എനിക്ക് ശരിക്കും 2 കറിക്കുള്ള പയർ കിട്ടി. നല്ല മൂത്ത് നല്ല ടേസ്റ്റുമായിരുന്നു ഈ പയർ കറി വെച്ചപ്പം. പയറും കടുവും ഒക്കെ എടുത്ത പോലെ തന്നെ നമുക്ക് ചെറുപയറും എടുക്കാം. മെല്ലെ ടിഷ്യൂവിൽ നിന്ന് അത് പൊക്കിയെടുത്ത് ആ വേര് കിട്ടുന്ന പോലെ മെല്ലെ ടിഷ്യൂ ഒന്ന് വലിച്ചു മാറ്റി അത് അങ്ങനെ എടുക്കാം. അങ്ങനെ അതിൻ്റെ വേര് കണ്ടോ അടിയിൽ ഫുൾ ആ വേരുണ്ട്. അപ്പോൾ ടിഷ്യൂ മെല്ലെ മാറ്റിയെടുക്കും. കുറച്ച് സമയം എടുക്കും, എന്നാലും ആ ടിഷ്യൂ മെല്ലെ മാറ്റിയിടുക നമുക്ക് ആ വേര് ഫുള്ള് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെറുപയറും ഇവിടെ എടുക്കാം. അപ്പോൾ 3 ഐറ്റം ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ കുറച്ച് പേർക്കെങ്കിലും ഇതൊരു ഗുണകരമായി കാണുമെന്നും വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഈ മൈക്രോ ഗ്രെയിൻസ് എന്ന് പറയുന്ന അത്ര ഗുണമുള്ള ഒരു സാധനമാണ്. സോ നിങ്ങളെല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തിയാലേ എനിക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. സോ മറ്റൊരു വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ. ഞാനിത് കറി വെച്ച് നോക്കി, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതുപോലെ എൻ്റെ ഫാമിലിയിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ പയറാണ് ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയത്. നമുക്കിത് തോരനായിട്ട് വെച്ച് കഴിക്കാൻ സാധിക്കും. അതുപോലെ സൂപ്പിലിടാം, ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ അതിലിടാം. അങ്ങനെ പല യൂസും ഉണ്ട് നമുക്കിതുകൊണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം.